പിന്നെ വരുന്ന ഒരു ഘടകമാണ് ഇതിന്റെ ഫോം. ഈ ഫോം ചിലവർ മെഷീൻ ഇടുന്ന പറഞ്ഞാൽ നമ്മൾ ഈ സോഫക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന ഫോം ആണെങ്കിൽ അതിന് ബാക്കി വരുന്ന ഫോം ഈ മെഷീനിലിട്ട് കട്ട് ചെയ്ത് ഫുള്ള് പൊടി പൊടിയാക്കിയിട്ട് ഇത് ചില റെക്രോണിൽ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ റെക്രോൺ ബാഗി സോഫൊക്കെയാണ് ഇപ്പൊ നമുക്ക് അധികവും നമുക്ക് എങ്കോര് വരുന്ന മോഡല്. അതിൽ ഈ റെക്രോണില് മിക്സ് ആക്കിയിട്ട് ഇവരിത് യൂസ് ചെയ്യും. അതേമാതിരി തന്നെ ഈ അധികം സ്റ്റിച്ചിങ് വരുന്ന സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലും ഞാൻ പറഞ്ഞ ഈ വേസ്റ്റ് ഫോം ചിലവർ യൂസ് ചെയ്ത് വെക്കുന്നത്. ഈ സോഫന്റെ പിന്നീടുള്ള ഒരു മെയിൻ ഘടകം ക്ലോത്ത്. ആ ക്ലോത്ത് ഫസ്റ്റ് ക്വാളിറ്റി ടു 7 ക്വാളിറ്റി വരെ ഊപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി യൂസ് ചെയ്യുമ്പോൾ അതിന് പ്രൈസ് വ്യത്യാസം. ഈ ഷൂസുകളിൽ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ടു 10 ക്വാളിറ്റി വരെ നമുക്ക് സാധനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഈ സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റി ഒക്കെ ആകുമ്പോൾ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ക്ലോത്ത് ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഫസ്റ്റ് ക്വാളിറ്റിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൽ വരുന്നു.